ഇന്ന് നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോയി ഗൈസ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഗൾഫ് നാട്ടിലൊക്കെ മുസ്ലിം കൺട്രികളിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഈ UK വന്നപ്പം ഇതൊരു ക്രിസ്ത്യൻ കൺട്രി ആണല്ലോ, അപ്പം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണല്ലോ, അപ്പം ഇവിടെ ക്രിസ്ത്യാനികൾക്ക് കുറച്ച് പ്രയോറിറ്റി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങോട്ടൊക്കെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, ഇവിടെ ക്രിസ്ത്യാനികൾക്കെന്നല്ല ക്രിസ്ത്യാനിറ്റിക്ക് തന്നെ ഒരു വിലയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അത് എന്നെ മനസ്സിലാക്കി തന്ന ഒരു സംഭവം പറയുകയാണ്. ഇന്ന് എൻ്റെ കമ്പനിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് അമ്മച്ചി, ബ്രിട്ടീഷുകാരി അമ്മച്ചി, ഈ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ എൻ്റെ അബദ്ധത്തിൽ നിന്ന് ചോദിച്ചു. പുള്ളിക്കാരി ക്രിസ്ത്യാനിയാണ്. ഞാൻ ചോദിച്ചു, ആർ യു എ ബിലീവർ, താങ്കളൊരു വിശ്വാസിയാണോ എന്ന് ഞാൻ എൻ്റെ അബദ്ധത്തിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ അവർ എന്നോട് പറയുകയാണ്, ഞാൻ വിശ്വാസിയൊന്നുമല്ല, നീ വിശ്വാസിയാണോ എന്ന് എന്നോട് തിരിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞത്, നീ എന്തിലാണ് വിശ്വസിക്കുന്നത് ചോദിച്ചു. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നത്, ഞാൻ ക്രിസ്ത്യനാണ്. അവരോട് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഈശോയിൽ വിശ്വസിക്കുന്നത്? നമ്മൾ ഈശോ ഭാവികൾക്ക് വേണ്ടി മരിച്ചതല്ലേ, അപ്പം ഈശോ ഉയർത്തെഴുന്നിട്ട്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം അവരെന്നോട് തിരിച്ചു ചോദിച്ച ചോദ്യം ഇതാണ്, ജോമോൻ, നീ ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്തു, ആ കാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമി ചുറ്റി ആ പഴയ പൊസിഷനിൽ എത്താൻ കഴിയും. അതാണ് ആ കാറിന്റെ പ്രത്യേകത. ആ കാർ നീ ഉണ്ടാക്കിയാലേ നീ ആ കാറ് നിന്റെ സുഹൃത്തുക്കളെ മാത്രം കാണിക്കുമോ അതോ ലോകം മുഴുവൻ കാണിക്കുമോ? ഏത് രീതിയിൽ നീ അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ലോകം മുഴുവൻ നീ ഉണ്ടാക്കിയ ആ കാറ് ഇങ്ങനെ ഇത്തരത്തിൽ ലോകം മുഴുവൻ ചുറ്റി വരും എന്നുള്ളതിൽ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ആ കാറ് ലോകം മുഴുവൻ കാണിക്കും, അപ്പം എല്ലാവരും വിശ്വസിക്കുമല്ലോ നമ്മളിങ്ങനെ ഒരു കാർ ഉണ്ടാക്കി എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈശോ ഈ ലോകത്തുള്ള യൂതന്മാരടക്കം, ഈശോയെ ക്രൂശിൽ തറച്ച വ്യക്തികളടക്കം പാപികളാണ്. ആ പാപികൾക്ക് വേണ്ടി വന്ന വ്യക്തിയല്ല ഈശോ. ഞാൻ പറഞ്ഞത്, പാപികൾക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്. അങ്ങനെ പാപികൾക്ക് വേണ്ടി മരിച്ച ഈശോ മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റു എന്നുണ്ടെങ്കിൽ ആ ഈശോ ലോകം മുഴുവനും താൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം പ്രത്യക്ഷപ്പെട്ട് പറയുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഈശോയ്ക്കില്ലേ? അതായത് നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഈശോ ഉയർത്തെഴുന്നേറ്റ വിവരം ഈശോ അറിയിച്ചത് ഈശോയുമായി ബന്ധം ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കും ഈശോയുടെ അമ്മയ്ക്കും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളുകൾ മാത്രമേ ഈശോ ഉയർത്തെഴുന്നേറ്റ് നേരിട്ട് കണ്ടുള്ളൂ. അതേസമയം ഉയർത്തെഴുന്നേറ്റ ഈശോ ആരാണോ ഈശോയെ ക്രൂശിച്ചത് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ ക്രൂശിച്ചു, ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഇനിയെങ്കിലും നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും രക്ഷ പ്രാപിക്കും. ഈ വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഈ ലോകം മുഴുവൻ ഈശോയിൽ വിശ്വസിക്കില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ലല്ലോ.